നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസും തമ്മിലുള്ള കറൻറ്റ് ഫീലിങ്സും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഹൈഡ് ചെയ്യുന്നത് എന്ത് എന്നുള്ളതുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നതായിരിക്കും. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ, നമ്മളുടെ എനർജിയെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക കേട്ടോ. കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ നിങ്ങൾ ഇടവരുത്താതിരിക്കുക. പിന്നെ ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും, നിങ്ങളുടെ കറൻറ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും, പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും എല്ലാം വളരെ വ്യക്തമാകുന്ന ഒരു ക്ലിയറൻസ് തരുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസിനും പരിഹാരം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം, ഇതൊക്കെ തന്നെയാണ് ഒരു ടാറോ റീഡിങ്സ് എന്നുള്ളത്. ബ്ലോക്കേജുകളാണേലും നെഗറ്റീവ് എനർജികളാണേലും ഏത് വ്യക്തിയിൽ നിന്ന്, ഏത് സിറ്റുവേഷൻസിൽ നിന്നൊക്കെയാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനുള്ള പ്രതിവിധി കാണാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കി അതിൻ്റേതായ പോസിറ്റിവിറ്റിയോട് കൂടി സ്വീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസും അവരും തമ്മിലുള്ള ഒരു കറൻറ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓവറോൾ എനർജി നോക്കുന്നത് പോസിറ്റീവ് എനർജിയിലാണ് കടന്നു പോകുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അതൊരു കർമ്മപരമായിട്ട് വന്ന് ചേർന്നിരിക്കുന്നതാണ്. നമ്മളിലേക്ക് ഏതൊരു വ്യക്തിയും ബന്ധവും ഒക്കെ കടന്നു വരുന്നതും നമ്മളെ വിട്ടു പോകുന്നതും പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകൾ നൽകുന്നതും നമുക്ക് ലോസുകൾ, എനർജികൾ, നഷ്ടങ്ങൾ സംഭവിക്കുന്നതും എല്ലാം നമ്മളുടെ കർമ്മ എനർജി ബേസാണ്. നമുക്കതിന് അങ്ങനെ ഒരു വിധി ഉള്ളത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ എനർജികളിലും കർമ്മ ബേസിലാണ്. അത് പോസിറ്റീവ് സംഭവിച്ചാലും നമുക്കതൊരു കർമ്മയാണ്, പോസിറ്റീവ് എനർജി എന്ന കർമ്മ കണക്റ്റഡ് ആകുന്നതാണ്. നെഗറ്റീവ് സംഭവിച്ചാൽ അതും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. തേർഡ് പാർട്ടിയും അവരും തമ്മിലുള്ള എനർജിയിലേക്ക് നോക്കുമ്പം, ഇതിനകത്ത് കണക്റ്റഡ് ആയിരിക്കുന്ന റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ്, വളരെയധികം കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്നൊരവസ്ഥയാണ് കേട്ടോ. അവരെ സംബന്ധിച്ച് എങ്ങനെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ വ്യക്തി ഒന്നും നോക്കാതെ എടുത്തു ചാടിയ ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഒരു അട്രാക്ഷൻ, പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ, അതല്ലെങ്കിൽ ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് എടുത്തു ചാടിയ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ മുന്നിൽ ഒരു 2 ഫേസ് എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ വളരെയധികം സ്നേഹപ്രകടനങ്ങൾ, അതായത് അവിടെ മാനേജിങ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷൻസ് ആയിട്ടാണെങ്കിലും എല്ലാ രീതിയിലും പൂർണ്ണമായും കണക്റ്റഡ് ആണ്. റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അൺകണ്ടീഷണൽ ലവ് എനർജി തന്നെയാണ് തേർഡ് പാർട്ടിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. വളരെ പ്രഷ്യസ് ആണെന്നും ഏറ്റവും, അതായത് പോസിറ്റിവിറ്റിയാണ്, അതായത് ഒഴുകുകയാണ് പ്രണയം. സ്നേഹമെന്ന് പറയുന്ന ഒരു എനർജി അവിടെ ഒഴുകുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെ ആഴത്തിലാണ് ആ ഒരു ബന്ധത്തിലേക്ക് ഈ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ കണക്ഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു 2 ഫേസ് എനർജിയിലാണ് നിൽക്കുന്നത്. ആലോചിക്കുകയാണ്, അതായത് ആഴത്തിൽ ചിന്തിക്കുകയാണ്, എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടിയിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അപ്പോൾ തോന്നിയ ആ ഒരു ഇമോഷൻസ് പരമാകുന്ന ഒരു ബലഹീനത, ഇതെല്ലാം അവർ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു നീതി നടപ്പിലാക്കിയില്ല, അതല്ലെങ്കിൽ ബാലൻസ് ചെയ്തില്ല, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് ആലോചിച്ച് തീരുമാനമെടുത്തില്ലല്ലോ, അല്ലെങ്കിൽ വളരെയധികം ചിന്തിച്ചിട്ട് വേണമായിരുന്നല്ലോ ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് കണക്റ്റഡ് ആകുക എന്നുള്ള ആ ഒരു പുനർവിചിന്തനം, അതായത് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ. കാരണം നിങ്ങൾ അവരെ കാത്തിരിക്കുന്ന ഒരു എനർജി അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിരുന്നുവെന്നും നിങ്ങളുടെ സ്നേഹം സത്യസന്ധമായിരുന്നുവെന്നും തേർഡ് സിറ്റുവേഷൻസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളതും തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് പൂർണ്ണമായും കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കറൻറ്റ്ലി നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ചിന്തിക്കുകയാണ്, ഓവർ തിങ്കിങ് ചെയ്യുകയാണ്. എന്താണ് ഇനി പുനഃസ്ഥാപിക്കേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു എബ്രോഡ് എനർജീനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കും കേട്ടോ. ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി ഉണ്ടാവാം. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആയതാണ് കേട്ടോ. അത് മുന്നും പിന്നും നോക്കാതെ ഉള്ള ഒരു ആക്ഷൻ ആയിരുന്നു. വളരെ പോസിറ്റീവാണ്. അതായത് ഒരു ഡിവൈൻ ടൈമിംഗ് എന്നുള്ളൊരു ഫീലിങ്സാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് വന്നപ്പോൾ, തേർഡ് പാർട്ടിയുടെ പ്രസൻസ് വന്നപ്പം കാണാൻ സാധിക്കുന്ന. വലിയ ഏജ്ഡ് ആവാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ഏജ് ഫീൽ ചെയ്യാത്ത ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം തേർഡ് പാർട്ടിയുടേത്. എന്താണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ നിങ്ങളുടെ വ്യക്തി തെറ്റിദ്ധരിച്ച്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അത്രത്തോളം പോസിറ്റീവാണ് എന്ന് ചിന്തിച്ച് തന്നെ എടുത്ത് ചാടിയതാണ്. മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തേർഡ് പാർട്ടിക്ക് കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ പേഴ്സൺ ഒന്നും നോക്കാതെ, വരും വരായികകളെ ഒന്നും ചിന്തിക്കാതെ തന്നെ ആക്ഷൻ എടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ 2 ഫേസ് എനർജിയാണ്. തേർഡ് പാർട്ടി സംബന്ധിച്ച് നോക്കുമ്പോഴും 2 ഫേസ് എനർജി ഉണ്ട്. നിങ്ങളുടെ വ്യക്തിയും ഇപ്പോൾ ഒരു ഹൈഡിങ് എനർജിയിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് അവരുടെ മനസ്സിലെ ചിന്തകളെയൊക്കെ അവർ ഹൈഡ് ചെയ്തുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പോസിറ്റീവായിട്ട് തുടരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അതൊരു ഇൻ്റലക്ച്വൽ പവർ, അതായത് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് ആലോചിച്ച് വേണമെന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഒരു വിശ്വസ്തതയൊക്കെ വേണമായിരുന്നു, ഒരു പൂർണ്ണതയോടു കൂടിയും മൈൻഡിനെ കൺട്രോൾ ചെയ്യണമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇടപാടിൽ ലീഗൽ പരമാകുന്ന ചില കാര്യങ്ങൾ കൂടി കണക്ട് ചെയ്ത് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ അതായത് ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയാൽ ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു ബന്ധം പോയി ചേരേണ്ടി വരാം എന്നുള്ളൊരു ഭയവും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇമോഷൻസിൽ നിങ്ങളുടെ വ്യക്തി സാറ്റിസ്ഫൈഡ് അല്ല. ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഇമോഷൻസിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു എനർജിയാണ്. ഒരു അവസരം കിട്ടിയാൽ സഡൻ ആ സിറ്റുവേഷൻസിൽ നിന്നും പുറത്തിറങ്ങണം. ഒന്ന് എലോൺ എനർജിയിൽ, അതായത് ഒന്ന് ഒറ്റപ്പെട്ട്, അതായത് ഏകാന്തമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് വേണമെന്ന് ഈ ഒരു വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റഡ് ആയ ഒരു എനർജിയാണ് കേട്ടോ. പെട്ടെന്ന് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന, വളരെ ബ്യൂട്ടി ആൻഡ് അബണ്ടൻസ് എനർജി ഉള്ള, എല്ലാ രീതിയിലും സാമ്പത്തിക ഭദ്രതയും സ്ഥാനമാനങ്ങളും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രഷ്യസായ,
അതായത് ഒരു പൂർണ്ണതയുള്ള, മറ്റുള്ളവർക്ക് പെട്ടെന്ന് ആകർഷണം ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അവരുടെ പേഴ്സണാലിറ്റി ആവാം, സ്വഭാവ രീതികളാവാം, അല്ലെങ്കിൽ അവരുടെ ഭൗതികമാകുന്ന ബാഹ്യമാകുന്ന സൗന്ദര്യമാവാം, മറ്റുള്ളവരെ പെട്ടെന്ന് കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് തേർഡ് പാർട്ടിയിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു എനർജിയെ വെച്ച് നിങ്ങളുടെ വ്യക്തി അവിടെ അൺകണ്ടീഷണൽ ലവ് എനർജി പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്കുള്ള ഒരു സ്നേഹവും അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ വ്യക്തി ആ ഒരു സ്നേഹം അഭിനയിച്ചുകൊണ്ട് 2 ഫേസ് എനർജിയിൽ നിന്നുകൊണ്ട് വളരെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് ഇവരുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളൊരു തോന്നൽ വളരെ ശക്തമായിട്ട് ഇവർക്കുണ്ട്. മറ്റാരൊക്കെയോ വാച്ചിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഭയവും ഇവരിൽ വളരെ ശക്തമായിട്ടും ഇവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് തേർഡ് സിറ്റുവേഷൻസിൽ. പക്ഷേ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം ഒരു ഹാർട്ട് ബ്രോക്കണൊക്കെ ഇതിനിടയിൽ ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സാമ്പത്തികപരമാകുന്ന ഒരു ഇടപാടുകൾ കൊണ്ടോ, അതല്ലെങ്കിൽ പുതിയതാകുന്ന എന്തെങ്കിലും ആശയങ്ങളുടെ പുറത്തോ ഒക്കെ ഇവർക്കിടയിൽ ഹാർട്ട് ബ്രോക്കൺ, ഇമോഷണൽ ചീറ്റിംഗ് ഒക്കെ ശരിക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കണക്ട് ചെയ്യുമ്പം നിങ്ങളുടെ പേഴ്സൺ ചെറിയ രീതിയിൽ തേർഡ് പാർട്ടി ഇരയാക്കുന്ന ഒരു എനർജി, അതായത് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വലിയ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ വലിയ വാല്യുബിളായ കാര്യമൊന്നുമല്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ് ആണ്. നല്ല രീതിയിലുള്ളൊരു പൊസിഷൻ, അല്ലെങ്കിൽ നല്ല ഒരു ഉയർച്ചയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ നിന്നാലും പോയാലും ഒരുപോലെയാണ്. ആ രീതിയിലുള്ള ഒരു പെരുമാറ്റങ്ങൾ മാത്രമാണ്, ബിഹേവിയർ എന്ന് പറയുന്നത് ആ രീതിയിലുള്ളതാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പാസ്റ്റുമില്ല, പ്രസൻറ്റുമില്ല, ഇനി ഫ്യൂച്ചർ എന്ത് എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിൽക്കുന്നത്. തേർഡ് പാർട്ടി എനർജിയിലേക്ക് നോക്കുമ്പോൾ തേർഡ് പാർട്ടി വളരെയധികം മെച്യൂരിറ്റിയോട് കൂടിയും അതുപോലെ പ്രൊട്ടക്ഷൻ എനർജിയോട് കൂടി തന്നെയാണ് കണക്റ്റ് ചെയ്യുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി വളരെയധികം ഒരു ഫ്രീഡം എനർജി ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ്. കൂടാതെ തന്നെ മറ്റുള്ളവരായിരിക്കോ ഇതിനിടയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ രണ്ടുപേർക്കും ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെയും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ മറ്റ് രണ്ട് വ്യക്തികളുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഹാപ്പിനെസ്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാനുള്ള ചില മാർഗങ്ങൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് എന്നത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ എനർജിയിൽ നോക്കുമ്പോൾ ഇവർക്കൊരു സന്തോഷം, ചിന്തിക്കുമ്പോൾ ഇവർക്കൊരു സന്തോഷമുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് കേട്ടോ. പക്ഷേ അതൊരു കർമ്മ ബേസിലാണ്, അതായത് നിങ്ങൾക്കിടയിലൊരു സെപ്പറേഷൻ്റെ എനർജി ഉണ്ടായിരുന്നു എന്നത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിച്ചു തുടങ്ങിയ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ട് കേട്ടോ. ശരിക്കും അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിലും അവരുടെ സമയവും സാന്നിധ്യവും എല്ലാം തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് തിരിഞ്ഞു നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചെറിയൊരു പ്രതീക്ഷയുണ്ട് അവർക്കൊരു സക്സസ് എനർജിയൊക്കെ വരും, ജീവിതം മാറ്റിമറിക്കപ്പെടുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ പ്രതിസന്ധികളാണ് മുന്നിൽ. പെട്ടെന്നൊന്നും അവർക്കൊരു രീതിയിലും കയറാൻ പറ്റാത്ത, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പ്രതിസന്ധികളുണ്ട്, തടസ്സങ്ങളുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ചെയ്താണ് നിൽക്കുന്നത്. പാസ്റ്റിലെ ഓർമ്മകളുണ്ട്
എടുത്തു ചാടിയത് അബദ്ധമായെന്നുള്ള കുറ്റബോധവും അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു മാജിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഒരു മിറാക്കിൾ ജീവിതത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആഴത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു മിറാക്കിൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എങ്കിലെന്ന് അവർ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ ഒരു ട്രാവലിംഗ് എനർജി നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി ഒരു ട്രാവലിങ്ങിലൂടെ ആയിരിക്കും പൂർണ്ണമായിട്ടും ഒരു അകൽച്ച സംഭവിക്കാനുണ്ടായ കാരണം. എന്താണെങ്കിലും അതൊരു കർമ്മയാണ് കേട്ടോ. അതായത് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഒന്നെങ്കിൽ പാസ്റ്റ് ലൈഫിലെയോ മുൻകാലങ്ങളിലെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ളൊരു കർമ്മ എനർജിയാണ് നിങ്ങൾ ഈ ഒരു എനർജി കണക്റ്റഡായ വ്യക്തികളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊരു കർമ്മ ബേസിലാണ് നിങ്ങളുടെ പേഴ്സണും അതേപോലെ കർമ്മ എനർജിയിൽ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ക്ലിയറൻസ് കിട്ടുന്നില്ല. ഒരു ബ്ലൈൻഡ് എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ. നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ട്രാപ്പഡ് എനർജിയിൽ, അതായത് ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്ത് തേർഡ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങളുടെ വ്യക്തി പുറത്തിറങ്ങിയാലും തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സാമ്പത്തികപരമാകുന്ന ചില ഇടപാടുകൾക്കപ്പുറത്തേക്ക് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അത്രത്തോളം വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്ന ഒരു എനർജി അല്ല. നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും ആ സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങി പോരാം. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു സ്ട്രെസ് എനർജി, ഒരു ടെൻഷൻ, എങ്ങനെയാണ് ബാലൻസ് അത് കഴിഞ്ഞാൽ വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കുമ്പം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ഭയം വളരെ ശക്തമായിട്ട് നിൽക്കുന്നതാണ് ഈ നിൽക്കുന്ന തേർഡ് സിറ്റുവേഷൻസിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് പുറത്ത് കടക്കാമെങ്കിലും അവർ ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു മിറാക്കിൾ, ആർക്കും ദോഷം വരാത്ത വിധം ഈ സിറ്റുവേഷൻസിൽ നിന്നും പുറത്തിറങ്ങുക എന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സിംഗിളായിട്ടുള്ളവരുടെയൊക്കെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു വിവാഹപരമാകുന്ന കാര്യങ്ങളൊക്കെ ഉടനെ കണക്റ്റഡ് ആകേണ്ടതാണ്. അതിനുള്ളൊരു എനർജി ഇതിനകത്ത് നിൽപ്പുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു കൂടിച്ചേരൽ മറ്റുള്ളവരുടെ പ്രസൻസോട് കൂടി, അതായത് നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തികളുടെ ഒരു പ്രസൻസോട് കൂടി നിങ്ങൾക്ക് കണക്റ്റഡ് ആകേണ്ട ഒരു എനർജി കാണുന്നുണ്ട്. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എനർജിയിലേക്ക് നമുക്ക് കണക്റ്റ് ചെയ്യുമ്പം കാണാൻ പറ്റുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ഒരു അഡിക്ഷൻ്റെ പുറത്തുണ്ടായ ഒരു ബന്ധമാണ്. ഇമോഷണൽ പരമാകുന്ന ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് വിധിയുടെ ഫലമായിട്ടാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ പെയിൻ അനുഭവിക്കേണ്ടതാകുന്ന, അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് നേടേണ്ടതായിട്ടുള്ളത് കൊണ്ട് കണക്റ്റഡായ ഒരു റിലേഷനാണ്. കർമ്മ അവസാനിച്ച് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധങ്ങളിൽ ഒരു പൂർണ്ണത, ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും കേട്ടോ. അത്ര വലിയ ബുദ്ധിമുട്ടോ പ്രോബ്ലംസുകളോ ഒന്നും തരണം ചെയ്യേണ്ട എനർജി അല്ല നമുക്ക് വന്നിരിക്കുന്നത്. സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന എനർജിയാണ് കേട്ടോ. അവർ തേർഡ് പാർട്ടിയുമായിട്ട് ഹൈഡ് ചെയ്യുന്നത് അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ആ ഒരു ബന്ധത്തിൽ അവർക്ക് സംതൃപ്തി ഇല്ല എന്നുള്ളത് അവർ തേർഡ് പാർട്ടിയുടെ മുന്നിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ഒരുമിച്ച് പോകുന്നതിൽ അവർക്ക് സംതൃപ്തി ഇല്ല എന്നത് അവർ വളരെയധികം ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരൊരു പ്രൊട്ടക്ഷൻ തീർത്ത് നിൽക്കുകയാണ്, ഒരു ബൗണ്ടറി ഇട്ട് തന്നെയാണ് തേർഡ് സിറ്റുവേഷൻസിൽ അവർ നിൽക്കുന്നത്. അതുപോലെ തേർഡ് പാർട്ടിയുടെ ഓവർ കൺട്രോളിങ്, തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ രീതികൾക്കൊത്ത് ഈ ഒരു പേഴ്സൺ ജീവിക്കേണ്ടി വരുന്ന ആ ഒരു കൺട്രോളിങ് എനർജി നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നതും തേർഡ് പാർട്ടിയോട് അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. അവരവിടെ ഒരു വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. തേർഡ് പാർട്ടി ഓവറായിട്ട് അവരെ മാനേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചാണ് ഈ തേർഡ് പാർട്ടി നിൽക്കുന്നത്. അതൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് പറ്റുന്നില്ല കണക്ട് ചെയ്ത് പോകാൻ എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ അത് ഹൈഡ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു സിറ്റുവേഷൻസ്, നിങ്ങളെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം. അവർക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അവർക്ക് മനസ്സംതൃപ്തിയോട് കൂടി കടന്നു പോകുന്ന മറ്റൊരു സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഉണ്ട് എന്നും, അതല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി മറ്റൊരു സാഹചര്യത്തിലേക്ക് ഒരു പുതിയ തുടക്കം നടത്തണമെന്നുള്ളത് അവർ ഹൈഡ് ചെയ്യുകയാണ്. അതൊന്നും അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടിയോട്. അതുപോലെ തന്നെ
എന്താ പറയുക, അവർ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചൊരു ഡെവലപ്മെൻറ്റ്, ലൈഫിലൊരു മാറ്റം വരുത്തുക, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക, സാമ്പത്തിക ഭദ്രത നേടുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഒരു ഇൻഡ്യൂഷൻ എനർജി നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ഒരു സ്പിരിച്വൽ പാതയിലേക്ക് കണക്റ്റഡ് ആവണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സൺ മറച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് തേർഡ് പാർട്ടിനോടുള്ള ആ ഒരു താല്പര്യക്കുറവ് അവരോട് തുറന്നു പറയാതെ ആ ഒരു ബന്ധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കടന്നു പോകാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഹൈഡ് എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമുക്ക് ഏഞ്ചൽസ് എന്താണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേക്ക് ആക്ഷൻ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആക്ഷൻ എടുക്കാമെന്നാണ് കാണിക്കുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ്. നിങ്ങൾക്കതൊരു വലിയ സന്തോഷം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുമെന്നാണ് പറയുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റീയൂണിയന് പറ്റിയ ഒരു സമയമാണ് എന്നും നമുക്ക് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണ്, നിങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു പോസിറ്റീവ് ആകുന്ന റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം.